ഗുഡ് മോർണിംഗ് മക്കളെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാപ്പി ഡേ വിത്ത് സുജ ആർ മോഹൻ എന്ന നമ്മുടെ സീരീസിന്റെ ഡേ 25ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടീച്ചർമാർ രാവിലെ തന്നെ നല്ല എനർജറ്റിക് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടോ? ഇതുപോലെ ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് നല്ല ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നിരന്തരം ശ്രമിക്കുക കേട്ടോ. പലരും പറയുന്നൊരു കാര്യമാണ്, പൈസ വരുന്നില്ല. മക്കളെ, പണം വരാത്തത് നമുക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടല്ല, രാവിലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റുകൊണ്ടാണ് നമ്മളിലേക്ക് പൈസ വരാത്തത്. ചില മനുഷ്യരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് പൈസ വരുന്നുണ്ട്, ഇഷ്ടംപോലെ പൈസ വരുന്നുണ്ട്. പക്ഷേ മാസാവസാനം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടുകയാണ്. എന്നാൽ ചില മനുഷ്യർക്ക് അത്ര വരുമാനമൊന്നുമില്ല, പക്ഷെ അവർ നല്ലൊരു ഒക്കെ സിറ്റുവേഷനിൽ കടന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പണം ആദ്യം വരുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കല്ല, നമ്മുടെ മനസ്സിലേക്കാണ്. നമ്മുടെ മനസ്സ് മുഴുവൻ ഇല്ലായ്മയെക്കുറിച്ചുള്ള ചിന്തകളാണെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ഇല്ലായ്മയെ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ടീച്ചറമ്മ ഒരു കഥ പറഞ്ഞു തരട്ടെ. ഒരിക്കലൊരു പയ്യനുണ്ടായിരുന്നു, അരുൺ എന്നായിരുന്നു പേര്. അരുൺ കല്യാണം കഴിഞ്ഞ് 2 മക്കളുമായിട്ട് ഒരു ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവന് ഒരു കമ്പനിയിലൊരു ജോലി ഉണ്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഉണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, അവന് അവസാനമാകുമ്പോഴത്തേക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ അവനിങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് എനിക്കൊരു സാമ്പത്തിക ഉയർച്ചയിലേക്ക് എത്താൻ പറ്റാത്തത്? അവന് മാസം വീടിൻ്റെ EMI അടയ്ക്കണം, കാറിൻ്റെ EMI അടയ്ക്കണം, കുട്ടികളുടെ സ്കൂൾ ഫീസ്, പിന്നെ ട്യൂഷൻ ഫീസ്, വണ്ടി ഫീസ്, അങ്ങനെ എല്ലാം അടച്ചു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവസാനമാകുമ്പോഴത്തേക്ക് കടം മേടിക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അവൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ എന്ന്. അരുൺ ആകെ ഒരു വിഷമിച്ച അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം അരുൺ ഓഫീസിൽ പോയിട്ട് തിരിച്ചിങ്ങനെ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ സ്ഥിരമായിട്ട് വൈകുന്നേരം ചായ കുടിക്കുന്ന ഒരു ചെറിയ തട്ടുകടയുണ്ട്. അപ്പോൾ അവൻ ആ തട്ടുകടയിൽ ചെന്ന് അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ, ആ തട്ടുകടയുടെ ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്ന് ഭയങ്കര വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചായക്കടക്കാരൻ ചായ കൊണ്ട് കൊടുത്തു. അവൻ ആ ചായയും കുടിച്ചുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നത് തൊട്ടപ്പുറത്തിരുന്ന ഒരു വയസ്സായ മനുഷ്യൻ കണ്ടു. അപ്പോൾ അരുൺ സ്ഥിരം ഈ മനുഷ്യനെ തട്ടുകടയിൽ വെച്ച് കാണാറുള്ളതാണ്. അപ്പോൾ ആ മനുഷ്യൻ അരുണിനോട് ചോദിച്ചു, എന്താ ഒരു വിഷമം? അപ്പം അരുൺ പറഞ്ഞു, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ആ മനുഷ്യൻ പറഞ്ഞു, പറ എന്താ വിഷമം, വല്ല പൈസ പ്രശ്നം വല്ലതും ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അരുൺ പറഞ്ഞു, കുറച്ച് പൈസയുടെ പ്രശ്നമാണ്. മോൻ എന്താ ജോലി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇവിടെ അടുത്തൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്, സാലറിയൊക്കെ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് മിച്ചം പിടിക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യും, വീട്ടിൽ ചെന്നിട്ട് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഒരു ബുക്ക് എടുത്തു വെച്ച് ഒന്ന് എഴുതും. അതായത് മാസ വരുമാനം എത്രയാണ്, ഏതൊക്കെ വരുമാനങ്ങൾ വരുന്നുണ്ട്, ജോലിയിൽ നിന്നുള്ള വരുമാനം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ അതൊക്കെ എത്ര രൂപയാണ്, എല്ലാം വ്യക്തമായിട്ടൊന്ന് എഴുതി വയ്ക്കും. എന്നിട്ട് നോക്ക്, അനാവശ്യമായിട്ട് ഈ പൈസ എവിടെയൊക്കെയാണ് ചിലവായി പോകുന്നത്, എത്രത്തോളം മാസം സേവിങ്സ് ഉണ്ട്, ഇതെല്ലാം ഒന്ന് എഴുതി വെക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അരുൺ വിചാരിച്ചു, ഇതൊക്കെ എഴുതി വെക്കുന്നത് കൊണ്ട് ഇപ്പം എന്ത് ബെനിഫിറ്റ് ഉണ്ടാകാനാ. അപ്പോൾ അരുൺ ചായ കുടിച്ച് കഴിഞ്ഞാൽ മനുഷ്യനോട് ബൈയൊക്കെ പറഞ്ഞു നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് വീട്ടിൽ ചെന്ന് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടൊരു ബുക്കൊക്കെ എടുത്തു വെച്ച് അരുൺ ഇരുന്നു. അരുൺ എഴുതി അവൻ്റെ വരുമാനം എത്രയാണ്, അവനിലേക്ക് പൈസ വരുന്ന വഴികൾ എന്തൊക്കെയാണ്, അവൻ്റെ വരുമാനം കൃത്യമായിട്ട് എഴുതി വെച്ചു. അതിനുശേഷം അവൻ്റെ ചെലവുകൾ എഴുതാൻ തുടങ്ങി. അവൻ അന്തം വിട്ടുപോയി. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കാൻ തൻ്റെ വരുമാനത്തിൽ അധികമുള്ള ചെലവുകളായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒരുപാട് ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻസ് അവൻ എടുത്തിട്ടുണ്ടായിരുന്നു, അനാവശ്യമായിട്ട് പുറത്തുനിന്ന് ഒരുപാട് ഫുഡ് ഓർഡർ ചെയ്യുമായിരുന്നു, ഓൺലൈൻ ഷോപ്പിങ്ങുകൾ ചെറിയ ചെറിയ എമൗണ്ട് ആണെങ്കിലും കുറേയധികം ഓൺലൈൻ ഷോപ്പിങ്ങുകൾ ചെയ്യുമായിരുന്നു, അൺനെസസറി ആയിട്ടുള്ള കുറേയധികം അല്ലാതെയുള്ള ഷോപ്പിംഗ്. അങ്ങനെ അവൻ്റെ ആ ഒരു ചെലവിൻ്റെ കണക്കെടുത്തപ്പോൾ അവൻ്റെ കിളി പറന്നുപോയി. കാര്യം അവന് കൃത്യമായിട്ടൊരു പ്ലാനേ ഇല്ല. വരുമാനം വരുന്നുണ്ട്, പക്ഷേ എത്രത്തോളം വരുമാനമുണ്ട്, എത്ര ചിലവുണ്ട്, എത്രത്തോളം സേവ് ചെയ്യുന്നുണ്ട്, ഇതൊന്നും അവന് ഒരു കണക്കുമില്ലാത്ത രീതിയിലായിരുന്നു. അന്ന് മുതൽ അവൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അവൻ്റെ വരുമാനവും അതുപോലെ ഓരോ ദിവസത്തെയും അവൻ്റെ എക്സ്പെൻസസുകൾ കൃത്യമായിട്ട് മൈൻഡ്ഫുള്ളായിട്ട് അവൻ കണക്കെഴുതി വെക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അതിൽ നിന്നും തെറ്റില്ലാത്തൊരു എമൗണ്ട് എല്ലാ മാസവും അവൻ സേവ് ചെയ്യാൻ തുടങ്ങി.
അങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അരുണിന് മനസ്സിലായി തൻ്റെ തെറ്റെന്തായിരുന്നു. ഈ അനാവശ്യമായിട്ടുള്ള ചിലവുകളായിരുന്നു താൻ ചെയ്തുകൊണ്ടിരുന്നത്. അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഫോണിൽ സ്ക്രോൾ ചെയ്ത് ആവശ്യമില്ലാത്ത കുറേ നെഗറ്റീവായിട്ടുള്ള വീഡിയോസും കണ്ട് മനസ്സിൽ എപ്പോഴും ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകളും ടെൻഷനും ഒക്കെ ആയിരുന്നു. പണത്തെക്കുറിച്ചൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയായിരുന്നു അവനുണ്ടായിരുന്നത്. അതൊക്കെ മാറ്റി കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അരുണിന് നല്ല രീതിയിൽ പണം സേവ് ചെയ്യാനും അതുപോലെ അവൻ്റെ ഫ്യൂച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള എമർജൻസി ഫണ്ടൊക്കെ കരുതി വെക്കാനും പിന്നീട് അവന് കഴിഞ്ഞു. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്കുള്ള വരുമാനം എത്രയാണ്, നിങ്ങൾക്ക് ഉള്ള ചെലവുകൾ എത്രയാണ് കൃത്യമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കാറുണ്ടോ? ഈ വീഡിയോ കാണുന്ന വ്യക്തിയോടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബുക്ക് എടുക്കുക. അരുൺ ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ വരുമാനം എത്രയാണ്, നിങ്ങൾ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കുന്നുണ്ടോ? പൈസ എപ്പോഴും ആവശ്യത്തിന് മാത്രം ചിലവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. ചിലരുണ്ട് സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ആന കരിമ്പങ്കായിട്ട് കയറുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. എല്ലാം വലിച്ചു വാരിയിട്ട് എടുക്കുക. എന്നിട്ട് ബില്ലടയ്ക്കാൻ ചെന്നിരിക്കുന്നിടത്ത് ദൈവമേ ബില്ല് കുറച്ചേ വരാം ഇങ്ങനെ പ്രാർത്ഥിക്കും. ചിലപ്പോൾ വലിയൊരു ബില്ലായിരിക്കും വരുന്നത്. അവസാനം ഇങ്ങനെ കണ്ണ് തള്ളും. ആ മാസത്തെ ബഡ്ജറ്റ് മൊത്തം തകരാറിലാവും. നമ്മൾ ഇമോഷണലി അന്നേരത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അന്നേരത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി കണ്ട കടച്ചാണികളെല്ലാം വാങ്ങിച്ചു കൂട്ടും. അതുപോലെ ഓൺലൈനിൽ നല്ല സാരികൾ കാണുമ്പോൾ, ഡ്രസ്സുകൾ കാണുമ്പോൾ, ചില പ്രത്യേകിച്ച് സ്ത്രീകൾക്കുണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ വാങ്ങിച്ചു കൂട്ടും. അതായത് നമ്മൾ പറയില്ലേ വരവറിയാതെ ചിലവാക്കുക. അങ്ങനെയുള്ള അബദ്ധങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ച് എല്ലാ മാസവും സേവിങ്സിലേക്ക് നിങ്ങളൊരു എമൗണ്ട് ഇടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ യെസ് ടീച്ചറമ്മ എന്ന് കമൻറ്റിലിടുക. ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ തന്ന ആക്ടിവിറ്റി കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ മക്കളെ. അപ്പോൾ അരുണിനെ പോലെ നിങ്ങൾക്കും സാമ്പത്തികമായിട്ടുള്ള ആ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ടീച്ചർമാ ബ്ലസ് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. നമ്മുടെ യൂട്യൂബിൽ പ്ലേലിസ്റ്റിലും ഇതുവരെയുള്ള എല്ലാ വീഡിയോസും ഡേ 1 മുതൽ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും കിടപ്പുണ്ട്. ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ വീഡിയോസ് കാണാത്തവർ കറക്റ്റ് ഓർഡറിൽ കണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യാം. രാവിലെ തന്നെ നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം ഉഷാറായിരിക്കാൻ പറ്റും അല്ലേ. അപ്പൊ ചാടി എഴുന്നേറ്റേ, മടിയും പിടിച്ചിരിക്കാതെ ചാടി എഴുന്നേറ്റും ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ടു ഡു ലിസ്റ്റ് അങ്ങോട്ട് എഴുതി വെച്ച് കൃത്യമായിട്ട് അതിനെ ഓരോന്നിനെയും ചെയ്ത് മിടുക്കരായിട്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയേ. നിങ്ങൾ ആരെയാ ഭയക്കുന്നത്, എന്തിനെയാ ഭയക്കുന്നത്? ഒന്നിനെയും ഭയക്കരുത്. ഓരോ നിമിഷവും ആക്ഷൻ എടുത്തോണ്ടിരിക്കുക, കൺസിസ്റ്റന്റ് ആക്ഷൻ എടുത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല മിടുക്കരായിട്ടിരിക്കുക. ടാറ്റാ ബൈ ബൈ, ലവ് യു.